യുഎസിൽ കോഴിമുട്ട ക്ഷാമവും വിലക്കയറ്റവും വലിയ ചർച്ചയാകുന്നു. യുഎസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുള്ള ആദ്യ പ്രസംഗത്തിൽ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുട്ടവിലയെക്കുറിച്ചും സംസാരിച്ചിരുന്നു. ഇതിനിടെ മുട്ട ഇറക്കുമതിക്കായി ഡെൻമാർക്ക്, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ അമേരിക്ക സമീപിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അമേരിക്കയുടെ അഭ്യർത്ഥന ഫിൻലൻഡ് നിരസിച്ചിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ വിവരം. തങ്ങൾ കയറ്റിയിറക്കുന്ന മുട്ടയ്ക്ക് വിപണി ലഭിക്കുന്നത് സംബന്ധിച്ച് യാതൊരു ചർച്ചകളും ഉണ്ടായില്ലെന്ന് കാണിച്ചാണ് ഫിൻലൻഡ് കയറ്റുമതി നിഷേധിച്ചത്. തങ്ങൾ കയറ്റിയിറക്കുന്ന മുട്ട കൊണ്ട് അമേരിക്കയിലെ പ്രതിസന്ധി അവസാനിക്കില്ലെന്നും ഫിന്നിഷ് പൗൾട്രി അസോസിയേഷൻ ഡയറക്ടർ വീര ലഹ്റ്റില പറഞ്ഞു. ഫിൻലൻഡിന് നിലവിൽ യുഎസിലേക്ക് മുട്ട കയറ്റുമതി ചെയ്യാൻ ആവശ്യമായ അനുമതിയില്ല. അത് നേടിയെടുക്കുവാൻ വലിയ അധ്വാനം വേണ്ടിവരുമെന്നതും കൂടി യുഎസിന്റെ ആവശ്യം നിഷേധിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതേസമയം ഫിൻലൻഡ് ആവശ്യം നിഷേധിച്ചത് ട്രംപിന്റെ വിദേശ നയത്തിലെ പാളിച്ചയെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവരെയും അപമാനിക്കുകയും നികുതി ചുമത്തുകയും കടന്നുകയറുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ട്രംപ് ഒടുവിൽ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവർ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെന്ന് സമൂഹമാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നുണ്ട്. നികുതി യുദ്ധം പ്രഖ്യാപിച്ച ട്രംപ് മുട്ടയ്ക്കായി യാചിക്കുകയാണെന്നും ചിലർ പരിഹസിക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.